അപ്പോൾ ജയകുമാറേ, നമ്മൾ വൈക്കത്തെക്കുറിച്ച് പാട്ട് പാടാന്ന് പറഞ്ഞു അല്ലേ? അപ്പം ചേട്ടൻ പറഞ്ഞ സ്ഥിതിക്ക് വൈക്കത്തെക്കുറിച്ചൊരു പാട്ട്. ചേട്ടൻ്റെ സ്വദേശം ഇവിടെ തന്നെയാണ് അല്ലേ? ഇത് ചേട്ടനും ഈ തറവാടാണ്, ഇവിടെയാണ് കളിച്ചു വളർന്നത്. ധാരാളം മാവുണ്ട്, ചാമ്പയുണ്ട് അല്ലേ? നല്ല സ്ഥലം ഉണ്ടായിരുന്നു, എല്ലാം പോയതാ. ഈ മാവ് ഏത് മാവാ ഇത്? ഈ ഇവിടെ നിൽക്കുന്നത് നാട്ടുമാവാണ്, നല്ല മധുരമുള്ളതാണ് പഴുത്താൽ അല്ലേ? അപ്പോൾ വൈക്കത്ത് അതേപോലെ നല്ല പഴുത്ത മാങ്ങ പോലെ മധുരമുള്ള മനുഷ്യരും അവരുടെ വിശേഷങ്ങളും ഒക്കെയുള്ള നാടാണ്. അതെ, വൈക്കത്ത് ഒരു തൊഴിലാളികളുടെ ഒരു പാട്ട്. അതായത് ഈ തഴപ്പായ നെയ്ത്തിന് ഒരു പ്രാധാന്യമുള്ള സ്ഥലമായി വൈക്കം ബ്ലോക്കിലെ മിക്കവാറും 6 പഞ്ചായത്തുകളിലും തഴപ്പായയുടെ ഒരു ഇതുണ്ട്. ഇപ്പൊ ഈ തഴപ്പായ നെയ്യിലൊക്കെ ഉണ്ടോ? ഇപ്പോഴും ഉണ്ട്. ഉല്ലല തലയാഴം ഭാഗത്ത് ചെമ്മനത്തുകര ഈ രഞ്ജിത്തിന്റെ ഒക്കെ നാട്, അവിടെ തഴപ്പായ കുറെ കാലം നിൽക്കും. നമ്മുടെ ഈ പ്ലാസ്റ്റിക് വന്നതിന് ശേഷം തഴപ്പായൊക്കെ ഒരു അല്ല ഇപ്പോഴും കുഞ്ഞുങ്ങളെയൊക്കെ കിടത്താനൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. തഴപ്പായ്ക്ക് പ്രത്യേകിച്ച് മെച്ചമല്ലോ ഉണ്ടോ? മെച്ചം ശരീരത്തിന് ഇത് എന്നതാ, വാദമുള്ളവർക്ക് ഇങ്ങനെ താഴത്ത് കിടക്കുമ്പോൾ ഈ തഴപ്പായി കിടന്ന ശരീരം തഴപ്പായ കിടന്നിട്ടുണ്ടല്ലോ അല്ലേ? ഇവിടെ സാധനം ശരിക്കും പറഞ്ഞാൽ ഭൗമ പദവി കിട്ടേണ്ടതാണ്. തഴവ എന്ന് പറഞ്ഞൊരു ഗ്രാമം തന്നെ ഉണ്ടല്ലോ, മറ്റേ കരുനാഗപ്പള്ളി അടുത്ത് തഴവ. അത് ഞങ്ങളുടെ നാട്ടിലാണ്, കൊല്ലം തഴവ. പക്ഷെ ഇത് തഴപ്പാ നെയ്യുന്ന നാടാണ് അല്ലേ? അപ്പൊ തഴപ്പാ നെയ്യുന്ന തൊഴിലാളികളെ കുറിച്ച് കൂടി ഒരു കവിത എഴുതിയിട്ടുണ്ട്. അത് എൻ്റെ ഒരു ബുക്കുണ്ട്, നാട്ടുപാട്ട് പുസ്തകം, പ്രാദേശിക സംസ്കാരം വെച്ചുള്ള നമ്മുടെ വൈക്കത്തിന്റെ പല മേഖലകളിലെ അത് വെച്ചിട്ടുള്ളത്. അതിലെ ഒരു തത്തത്തഴക്കത്തി പോലെ ഒരു അമ്മ എന്ന് പറഞ്ഞൊരു അമ്മയുടെ ഒരു പാട്ടാണ്. ഒരു 4 വരി പഠിക്കൂ. തത്തത്തഴക്കത്തി പോലൊരമ്മ പാകൊണ്ടു പച്ചരി വാങ്ങുമമ്മ, ചെല്ലത്തഴ ചെത്തിപ്പോന്തിയമ്മ, വട്ടം മടിഞ്ഞതുണക്കിയമ്മ, രാരിക്കൻഡാരിക്കൻഡാരിരാരോ രേരിക്കൻഡേരിക്കൻഡേരിരേരോ, രാരിക്കൻഡാരിക്കൻഡാരിരാരോ രേരിക്കൻഡേരിക്കൻഡേരിരേരോ, തത്തത്തഴക്കത്തി പോലൊരമ്മ പാകൊണ്ടു പച്ചരി വാങ്ങുമമ്മ, ചെല്ലത്തഴ ചെത്തിപ്പോന്തിയമ്മ, വട്ടം മടിഞ്ഞതുണക്കിയമ്മ, തണുപ്പത്തു വെച്ചതു കീറിയമ്മ, ചീകി മിനുക്കി നിവർത്തിയമ്മ, നല്ല തഴപ്പൊളിയാക്കിയമ്മ, പുളി കൊണ്ടു പാനെയ്തു കൂട്ടിയമ്മ, രാരിക്കൻഡാരിക്കൻഡാരിരാരോ രേരിക്കൻഡേരിക്കൻഡേരിരേരോ, രാരിക്കൻഡാരിക്കൻഡാരിരാരോ രേരിക്കൻഡേരിക്കൻഡേരിരേരോ. വൈക്കത്തിന്റെ ദേശീയഗാനമായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു പാട്ടാണ് അല്ലേ? അപ്പൊ തഴപ്പായ നെയ്യുന്ന വൈക്കത്തിന്റെ എന്താണ് ആ പ്രോസസ്സ് മുഴുവൻ അതിലൂടെ അല്ലേ? ഇവരുടെയൊക്കെ കുഞ്ഞിന് പാരമ്പര്യമായിട്ട് പൂർവികര് അതിലൂടെ കുടുംബം പുലർത്തിയ ഒരു കഥയുണ്ട്. അന്നൊരു ക്ഷേമത്തിൽ ആരുമില്ല. ഈ അമ്മമാര് ഇപ്പൊ ആ കൊച്ചു പാടിയപ്പോ അവന്റെ ബാല മനസ്സിൽ ചേർന്ന ബാലൻസ് ഉണ്ട്. പക്ഷെ എനിക്ക് വരികൾ ശരിയാണ്. ഉള്ളത് കൊണ്ട് ഓണവും കൊണ്ട് വരുന്നൊരു അമ്മ എന്ന് പറഞ്ഞാൽ അത് തീരുന്നത് ഉള്ളത് കൊണ്ട് കഴിയും അമ്മ. ഇങ്ങനെ ഓർക്കെ ഞങ്ങള് വളർന്ന് പ്രായമുള്ള അമ്മമാര് ശ്വാസം വിടാൻ രാവ് പകല് ചെയ്തിട്ട് വീട് സമ്പൂർണ്ണമാക്കും. പക്ഷെ അന്ന് ക്ഷേമനിധിയ പെൻഷൻ ഒന്നുമില്ല. ഇവരുടെ ഈ പാനയത്തിലൂടെ കിട്ടുന്ന പൈസ കൊണ്ട് വീട് ഭയങ്കര സമ്പൂർണ്ണ ആഹാര സമ്പുഷ്ടമായിരിക്കും. അപ്പൊ അവന്റെ കുഞ്ഞു മനസ്സിൽ അതാണ് അവന് അത് പാടാൻ യോഗം. ഈ പച്ചരി കൊണ്ട് വാങ്ങി അല്ലേ? അപ്പൊ ചേട്ടാ, നമ്മളിപ്പോ ഈ പറഞ്ഞ ഉള്ളത് കൊണ്ട് ജീവിക്കും അമ്മ എന്ന് പറഞ്ഞ പോലെ ഈ കാലത്ത് ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ട്. സർക്കാരിന് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട്. അപ്പൊ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. ഇതൊക്കെ ചർച്ചാ വിഷയം തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും ആണ് അല്ലെ? മൊത്തത്തിലൊരു സാധ്യത മണ്ഡലത്തിൽ എങ്ങനെയാ ഉള്ളത്? സാധ്യത എന്ന് പറഞ്ഞാൽ ഇവിടെ LDF ആണ് കൂടുതലായിട്ട് നിൽക്കുന്നത്. ഡൊമിനൻസ് ഉള്ള ഒരു മേഖലയാണ്, മേധാവിത്വമുള്ള ഒരു മേഖലയാണ്. ചാഴികാടൻ പാർലമെന്റിൽ എത്താൻ സാധ്യതയുണ്ടോ? ഉണ്ട്. സാധ്യത കാണുന്നുണ്ടോ? തീർച്ചയാണ്. ഞാനൊക്കെ അതിന് പ്രോത്സാഹിപ്പിക്കുന്ന ആളാ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കമ്മ്യൂണിസ്റ്റുകാരിയാണ്. നല്ല പ്രസ്ഥാനത്തിന് എൻ്റെ ആങ്ങളെ പകർന്നുന്ന നല്ല സ്വാത്വികമായ കാര്യം തന്നെ. അത് സ്വാത്വികം എന്ന് തീർച്ചയായിട്ടും പറയാം. അതെ അതെ. അപ്പൊ ഇത് കേട്ട് ചെറിയ നെറ്റി ചൊളിച്ചൊരു കക്ഷി നമ്മുടെ ചുറ്റിലുണ്ട് കേട്ടോ. നമ്മളെ ചേട്ടാ, ഇതൊരു കുടുംബം, കമ്മ്യൂണിസ്റ്റ് കുടുംബം ആയതുകൊണ്ടാണ് കേട്ടോ. പൊതുവേ കോട്ടയത്തിന്റെ അവസ്ഥ ചേട്ടൻ പറഞ്ഞതുപോലെ കോൺഗ്രസിനും അനുകൂലമാണ്. അല്ലേ? കാരണം ഈ പുള്ളിയുടെ അച്ഛനൊക്കെ കോൺഗ്രസ്കാരായിരുന്നു. ചേട്ടൻ അടുത്ത കാലത്ത് ശരിയാ അല്ലേ? അച്ഛൻ കോൺഗ്രസ് ആയിരുന്നു. ഈ ഫാമിലി കോൺഗ്രസ് ആയിരുന്നു ഏത് കാര്യത്തിലുണ്ടായിരുന്നു. പക്ഷെ ഈ മണ്ഡലം എന്ന് പറയുന്നത് LDF മണ്ഡലമായിട്ട് മാറുകയാണ് ചെയ്തത്. അപ്പൊ അച്ഛൻ വേലായുധ കോൺഗ്രസ് LDF മണ്ഡലമായി മാറിയത് പഞ്ചായത്ത് അടുത്ത കാലത്ത്. കാരണം ചെമ്പിൽ ഏറ്റവും കൂടുതൽ കോൺഗ്രസ് പ്രവർത്തനം ഉണ്ടായിരുന്ന സ്ഥലമാണ്. ഒരു കാലഘട്ടത്തിൽ കോൺഗ്രസ് നിന്ന് കുറെ ആൾക്കാർ ചിഹ്ന ഭിന്നമായിട്ട് CPM കുടിയേറിയ ആൾക്കാരാണ്. ഇന്ന് ഈ ചെമ്പിലുള്ള കമ്മ്യൂണിസ്റ്റുകാരും പലതും കോൺഗ്രസിൽ നിന്ന് കുടിയേറിയവരും കൂടിയാണ്. ആണ് തീർച്ചയായിട്ടും. ഇപ്പൊ ഇവിടെ നിൽക്കുന്നതിൽ ഭൂരിഭാഗം ആൾക്കാരും കോൺഗ്രസ്സുകാരായിരുന്നു. ഇപ്പൊ ഈ കോൺഗ്രസിനെ പറ്റി പറയാൻ ഞാനൊറ്റ കോൺഗ്രസ്സുകാരനെ ഇവിടെ ഉള്ളു.
അല്ലല്ല അത് മതി, കനൽ ഒരു തരി മതി, കനല് ഒരു തരി മതി. മതി. അത് ആരിഫിന് മാത്രമല്ല ചേട്ടന്റെ കാര്യത്തിൽ ബാധകം. ഒരുപാട് ആൾക്കാർ പോയിട്ട് അധികാരത്തിന് വേണ്ടി, അതെ അധികാരത്തിന് വേണ്ടിയാ, അധികാരത്തിന് വേണ്ടി വടംവലി കളിച്ച ആൾക്കാരവര് ഇവിടെയുണ്ട്. കോൺഗ്രസ് വടംവലി വലിച്ച് കസേര മാറി കളിച്ച ആൾക്കാരാ. അത്രേ ഉണ്ട്. അതാണ് ചെമ്പിലെ കോൺഗ്രസ് തകർന്നു പോയത്. ചെമ്പിലെ കോൺഗ്രസ് തകർന്നു. അധികാരത്തിന് വേണ്ടി പോയതാ, അല്ലാതെ ആദർശങ്ങൾക്ക് പുറത്ത് പോയതാ. കമ്മ്യൂണിസ്റ്റ് ആദർശത്തിന് പുറത്ത് ആരും പോയിട്ടില്ല, അധികാര കസേരക്ക് വേണ്ടി പോയതാ. ഈ ചേട്ടനെ പോലെ ഇപ്പോഴും കോൺഗ്രസിന് വേണ്ടി വാദിക്കുന്ന, അതിന് പിന്നാലെ നിൽക്കുന്ന, ആഗ്രഹിക്കുന്ന ഒരുപാട് സാധാരണക്കാരായ മനുഷ്യരുണ്ട്. നിങ്ങളുടെയൊക്കെ പ്രതീക്ഷ എന്താ? കോൺഗ്രസ് തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ഇന്ത്യ രാജ്യത്ത് കോൺഗ്രസ് അധികാരത്തിൽ വരണം അല്ലേ? അത് ഇപ്പോഴും പ്രതീക്ഷ നഷ്ടപ്പെടാതിരിക്കുന്ന കാര്യം പത്മജ പോയി, അനിൽ ആന്റണി പോയി, ആൾക്കാരൊക്കെ പോകുന്നു. അങ്ങനെ ആരൊക്കെ പോകും? പക്ഷെ എന്നാലും പ്രതീക്ഷ കൈവിടാതെ നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ പത്തനംതിട്ട CPI ഒരു നേതാവ് കോൺഗ്രസിലേക്ക് കൊണ്ടുണ്ട്. അതിനെപ്പറ്റി എന്താ LDF പറയാത്ത? അങ്ങനെ സംഭവിക്കുന്നുണ്ട്. ഈ അബ്ദുള്ള കുട്ടി ആരായിരുന്നു? അബ്ദുള്ള കുട്ടി CPM-ലായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് വന്നു, കോൺഗ്രസിൽ വന്നു. ഇപ്പൊ ഇവിടെ പോയി BJP പോയി. ഇതിനെപ്പറ്റി ചർച്ച ചെയ്യുന്നില്ല. അബ്ദുള്ള കുട്ടി കണ്ണൂരിലെ തീപ്പൊരിയായിരുന്നു യുവജന പ്രസ്ഥാനത്തിന്റെ. അബ്ദുള്ള കുട്ടി കോൺഗ്രസിലേക്കാണ് വന്നത്. അതെ അതെ. അപ്പൊ മാറ്റങ്ങൾ സംഭവിക്കും. അപ്പൊ കോൺഗ്രസിന് ഒരു ഉയർപ്പുണ്ടാവും. തീർച്ചയായിട്ടും ഉണ്ടാവും. ഞാൻ ചേട്ടന്റെ പേര് ചോദിക്കാൻ പറഞ്ഞത് ബാബു ചേട്ടൻ. അപ്പൊ ബാബു ചേട്ടൻ കരുതുന്നത് ഈ ഈസ്റ്റർ ദിനത്തിൽ കോൺഗ്രസിനും ഒരു ഉയർപ്പുണ്ടാവും. ദുഃഖവെള്ളിയും ഒറ്റുകാരും യൂദാസും ഒക്കെ ഉണ്ടെങ്കിലും ഉയർത്തെഴുന്നേറ്റതുപോലെ കോൺഗ്രസ് ഉയർത്തെഴുന്നേക്കും. ഈ ജൂൺ 4-ാം തീയതി ഉയർത്തെഴുന്നേക്കും. സാർ അതിന് ഉദാഹരണമാണ് 1970 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തകർന്ന് തരിപ്പണായത്. ഇന്ദിരാഗാന്ധി ഒറ്റയ്ക്ക് വളർത്തിയെടുത്ത് ഇന്ത്യയിൽ 3 ഇന്ത്യ ഭരിച്ചു ഇന്ദിരാഗാന്ധി. ഇല്ലേ സാർ? നിശ്ചയിക്കൽ കറക്റ്റാണ്. 3-2 ഭൂരിപക്ഷവുമായി ഭരിച്ചിട്ടും ഇന്ദിരാഗാന്ധി വന്നിട്ട് പിന്നെ തകർന്നു പോയതാണ്. എന്നിട്ടും തിരിച്ചു വന്നു. അപ്പൊ ഇന്ത്യയിൽ കോൺഗ്രസിന് കൊടികെട്ടാൻ സ്ഥലമില്ലായിരുന്നു. അത് ഇന്ദിരാഗാന്ധി തിരിച്ചുകൊണ്ട് ഈ കോൺഗ്രസ് വീണ്ടും ഇന്ത്യയിൽ അധികാരത്തിൽ വരുന്ന ഉറപ്പാണ്. നോക്കൂ, ബാബുച്ചേട്ടനെയൊക്കെ കേട്ടോണ്ടിരിക്കുമ്പോഴേ കോൺഗ്രസ്സുകാർക്ക് ശരിക്കും പറഞ്ഞാൽ രോമാഞ്ചം ഉണ്ടാവണം. കാര്യം നിങ്ങൾക്കൊക്കെ വേണ്ടി വാദിക്കുന്ന സാധാരണക്കാരായ മനുഷ്യർ നമ്മുടെ ഈ നാട്ടിലുണ്ട്, ബാബുച്ചേട്ടനെ പോലെ. അപ്പോൾ ഈ പെട്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഈ പല പാരമ്പര്യത്തിൻ്റെയൊക്കെ പേരിൽ വന്നിട്ട് ഈ മാറിപ്പോകുന്നവരൊക്കെ ഉണ്ടല്ലോ, പോകാൻ പറയുന്നത് ഇതേപോലുള്ള ബാബുച്ചേട്ടനെ പോലുള്ള 10 പേര് ഒരു നാടിന് കോൺഗ്രസ്സുകാർ അല്ലേ? അത്രേ ഉള്ളൂ.